പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലോ പറഞ്ഞവനെതിരെ 153A അറിയാമല്ലോ. വെള്ളാപ്പള്ളിക്കെതിരെ ചാർത്തിയപ്പോ പോയെടുത്ത് ഹിന്ദു ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ 153A. അതല്ലെങ്കിൽ വിഷയം പറഞ്ഞവരൊക്കെ ഭീകരവാദിയാണ്, കാളകൂട എന്താണ് മറ്റേ മൂർഖനാണ്, കാളകൂടാണ്, ഇനി ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത പേരില്ല. ഹിന്ദുവിന് വിഷയം പറയുമ്പോൾ എന്റെ ഇതുപോലുള്ള കേസുകളും ബഹളങ്ങളും മാത്രം എന്റെ അന്വേഷിക്കാത്തത്? ഹിന്ദുവിന്റെ വിഷയത്തെ പറ്റി പഠിക്കാൻ ഇവിടെ എത്ര കമ്മീഷനുകൾ വെച്ചു? ഹിന്ദുവിനൊരു വിഷയം ഉണ്ടായില്ല നിങ്ങളങ്ങ് ഉറപ്പിച്ചു. എന്താണ് വിഷയം? വിദ്യാഭ്യാസ തലത്തിലാകട്ടെ, സാമൂഹ്യ എല്ലാ വിഷയങ്ങളും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ വിഷയങ്ങൾ പറയുന്നു. വായടച്ച് ഇരുത്താനല്ലാതെ അതിന്റെ ന്യായാന്യായങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? വിഷ്ണുനാഥ് പറഞ്ഞത് കേരളത്തിലെ അമ്പലങ്ങളൊക്കെ മാറുകയാണ്, അമ്പലങ്ങളൊക്കെ നശിക്കുകയാണെന്ന് പറഞ്ഞത്. കേരളത്തിലെ അമ്പലങ്ങളൊക്കെ നശിക്കുകയാണ്. ഞാനും നിങ്ങളും കാണുമ്പോൾ ഉയരുകയാണ്. കേരളത്തിലെ അമ്പലങ്ങളൊക്കെ നശിക്കുകയാണ്. കാരണം എന്താ? പണ്ടൊക്കെ കേരളത്തിലെ ക്ഷേത്രങ്ങളില് സാംബശിവന്റെ വിശ്വസാഹിത്യ കഥാപ്രസംഗങ്ങൾ മാത്രമാണ് നടന്നിരുന്നത്. ഇപ്പൊ അതേ ക്ഷേത്രപ്പറമ്പുകളിൽ കല്ലിനെ തീപിടിപ്പിക്കുന്ന ശശികല ടീച്ചർമാരുടെ വർഗീയ പ്രഭാഷണമാണ് നടക്കുന്നത്. ഇത് നിയമസഭയ്ക്കകത്താ പറഞ്ഞത്. ഇത് വിഷ്ണുനാഥ് നിയമസഭയ്ക്കകത്താ പറഞ്ഞത്, പുറത്തല്ല. ഇവിടുത്തെ പള്ളികളിൽ ആര് പ്രഭാഷണം നടത്തുന്നു, എന്ത് പ്രഭാഷണം നടത്തുന്നു? വിഷ്ണുനാഥന്മാര് കേട്ടിട്ടില്ല, ബലരാമന്മാർക്ക് കേൾക്കണ്ട, VD സതീശന്മാർക്ക് അറിയണ്ട. പള്ളികളിൽ ആർക്കും പ്രഭാഷണം നടത്താം. കുത്തുബ നടത്തുന്നത് ആര്? അയാൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തെറ്റോ ശരിയോ? ഉപദേശിയുടെ പ്രസംഗമുണ്ട്, പള്ളിയിടത്തിന്റെ പ്രസംഗമുണ്ട്, ഇടയലേഖനമുണ്ട്. ഇതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ലാത്ത, അധികാരമില്ലാത്ത രാഷ്ട്രീയ സമൂഹമാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മതപ്രഭാഷണം വേണ്ട, പകരം കഥാപ്രസംഗം മതി. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കഥാപ്രസംഗം മതി, സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ മാത്രം മതി. ടോൾസ്റ്റോയുടെ കഥയോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള വല്ല കഥ. ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ ഭഗവാൻ കാല് മാറുന്നു, അതും അല്ലെങ്കിൽ മറ്റേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, ഇങ്ങനെയുള്ള നാടകങ്ങളും ഇതൊക്കെ ആയിരുന്നത്രേ കേരളത്തിന്റെ ക്ഷേത്രങ്ങൾ. ആയിരുന്നു, സത്യമാണ്. അതിനു മുമ്പുണ്ട് ഉപദേശി അമ്പലത്തിലെ മേശ വലിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്ന് പാവികളെ നീട്ടി വിളിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ പള്ളിപ്പാതിരിമാര് ഉപദേശിമാര് വന്നിട്ട് അമ്പലത്തിലെ മേശ വലിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്ന് പാവികളെ നമ്മളെ നീട്ടി വിളിച്ചിരുന്നു. അവിടുന്ന് നമ്മൾ ഇവിടെ എത്തിയത്.